ഹായ് ഹലോ ദേവൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂരം. വടക്കൻ മലബാറിൻ്റെ വസന്തോത്സവം എന്നാണ് പൂരോത്സവം അറിയപ്പെടുന്നത്. ലോകത്തിൽ നിന്നും പ്രണയം അപ്രത്യക്ഷമായതിൻ്റെ ദുഃഖത്തിൽ കാമദേവനെ ആരാധിക്കുന്നതാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെ 9 ദിവസം വ്രതമെടുത്ത് കാമദേവനെ ആരാധിച്ച ശേഷം പറഞ്ഞയക്കുന്ന ദിവസം. പൂരത്തിന് കുട്ടികളാണ് പ്രധാനികൾ. പൂരക്കുട്ടികൾ എന്നാണ് വ്രതമെടുത്ത കുട്ടികളെ വിളിക്കാറ്. വ്രതം നോൽക്കുന്നതിൽ പെൺകുട്ടികൾക്കാണ് പ്രാധാന്യം. പക്ഷേ ആൺകുട്ടികളും പൂരം ആഘോഷിക്കാറുണ്ട്. എല്ലാ പൂവുകളൊന്നും പൂരത്തിനിടാൻ വേണ്ടി എടുക്കാറില്ല. ജടപ്പൂവ്, മുരിക്കൻ പൂവ്, ചെമ്പകം, പാലപ്പൂവ്, ചെക്കി എന്നീ പ്രത്യേക ഇനം പൂവുകളാണ് പൂരത്തിന് ഉപയോഗിക്കുന്നത്. പൂരത്തിൻ്റെ ഐതിഹ്യം എനിക്കറിയുന്നത് ഇതാണ്. സതീദേവിയുടെ മരണത്തിൽ ദുഃഖിതനായ ശിവൻ കഠിന തപസ്സിന് പോയി. അതോടെ ദേവലോകത്തിൻ്റെ ഐശ്വര്യം പോയതായി ദേവന്മാർക്ക് തോന്നി. അങ്ങനെ ശിവനെ തിരിച്ചു കൊണ്ടുവരുവാനും ദുഃഖം മാറ്റുവാനും കാമദേവനെ നിയോഗിക്കപ്പെട്ടു. തൻ്റെ ചില വിദ്യകളിൽ ശിവൻ്റെ തപസ്സിളക്കാൻ കാമദേവനായി. എന്നാൽ തൻ്റെ തപസ് മുടക്കിയ കാമദേവനോട് ശിവന് കലശലായ കോപമുണ്ടായി. കോപത്തിൽ തൃക്കണ്ണ് തുറന്ന് ശിവൻ്റെ മുന്നിൽപ്പെട്ട കാമദേവനെ ഭസ്മമാക്കി തീർത്തു. കാമദേവൻ്റെ ഇല്ലായ്മയിൽ ഭൂമിയിൽ നിന്നും പോയത് പ്രണയം കൂടിയാണ്. അങ്ങനെ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് കാര്യം പറഞ്ഞു. അങ്ങനെ കാമദേവൻ്റെ തിരിച്ചുവരവിനായി പരിഹാരവും കണ്ടു. വസന്തകാലത്ത് കന്യകമാരായ പെൺകുട്ടികൾ കാമദേവൻ്റെ പ്രതിമ നിർമ്മിച്ച് അതിൽ പുഷ്പം അർപ്പിച്ച് വിഷ്ണു സങ്കീർത്തനം ആലപിച്ചാൽ കാമദേവൻ പുനർജനിക്കുകയും തിരികെ വരികയും ചെയ്യും എന്നാണ് വിശ്വാസം. 7 ദിവസവും 9 ദിവസവും ഒക്കെ പൂരം ആഘോഷിക്കുന്നവരുണ്ട്. നമ്മൾ 9 ദിവസമാണ് ആഘോഷിക്കാറ്. ചിതൽപ്പുറ്റു കൊണ്ടും ചാണകം കൊണ്ടും പൂക്കൾ കൊണ്ടും ഒക്കെ കാമന ഉണ്ടാക്കാറുണ്ട്. എല്ലാ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. 3, 5, 7 എന്നീ എണ്ണങ്ങളിലാണ് പല സ്ഥലത്തും കാമന ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കാമദേവന് വെള്ളം കൊടുക്കുന്ന സങ്കല്പത്തിൽ കൊരവിട്ടുകൊണ്ട് വെള്ളം കൊടുക്കാറുണ്ട്. 9-ാം ദിവസം പൂരത്തിൻ്റെ അന്ന് രാവിലെ പൂരക്കഞ്ഞി ഉണ്ടാക്കി കാമദേവന് കൊടുക്കും. വൈകുന്നേരം ഉപ്പിടാതെ പൂരയട ഉണ്ടാക്കി കാമന് കൊടുത്തിട്ടാണ് കാമനെ പറഞ്ഞയക്കുന്നത്. പ്ലാവിൻ്റെ ചുവട്ടിലാണ് കാമനെ കൊണ്ടുവിടുന്നത്. അടുത്ത വർഷം നേരത്തെ കാലത്തെ വരണേ കാമ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് പൂരോത്സവത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. പൂരത്തിൻ്റെ അന്ന് അമ്പലങ്ങളിൽ പൂരക്കളി നടക്കാറുണ്ട്. അപ്പോൾ കാമനെ കൊണ്ടുവിടുന്നതും പൂരക്കളിയൊക്കെ ഒന്ന് കണ്ടാലോ?